Hello guys, welcome back to Motorholic 390 vlogs. Independence Day ride ആയിട്ട് ലൂബടിക്കാം. അതായത് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ റൈഡായിട്ട് റൈഡ് വിത്ത് ഹെറിറ്റേജ് മോട്ടേഴ്സ് കുന്നംകുളം. ഇൻഡിപെൻഡൻസ് ഡേ ഫ്രീഡം റാലി 2K24 നമുക്ക് പൊരിക്കാം. നമ്മൾ ഇറങ്ങാനുള്ള മൂടാണ്. പേരഞ്ച് തരുന്ന ടീമൊക്കെ അവിടെ ഉണ്ട്. അത് പൊരിക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മൾ ചൂണ്ടലൊക്കെ വാഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണ്ടോ. ചൂണ്ടൽ വാഷ് ചെയ്ത് നമ്മളിഞ്ഞി പോണത് പുഴക്കിലുള്ള ഹെറിറ്റേജില്ലേ, പുഴക്കിലുള്ള ഹെറിറ്റേജില് അങ്ങനെ ഉണ്ടാ പോണേ. ഫുൾ ടീമുണ്ട്. നെക്സ്റ്റ് ഹിമാലയൻ ഇതൊക്കെ നമ്മുടെ ടീം തന്നെ ഉണ്ടാവും. അശോ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് ഹിമാലയൻ്റെ റോഡാണ് ഗൈസ്. ഹിമാലയൻ ഓണേഴ്സിൻ്റെ പവറാണ് ഇനി. അല്ലല്ലേ, ഗ്ലാസ് നിറച്ചിട്ടേക്കാം. ഇവിടെയാണ് ഹിമാലയൻ എന്താണെന്നുള്ള സാധനം കാണുക. സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പെട്ടക്കായിരുന്നു. പക്ഷെ ചെക്കൻ ബാക്കിലിരിക്കണേ അത് പറ്റില്ല. ചൂണ്ടൽ ടു നമ്മുടെ മുണ്ടൂര് വരെ റോഡിൻ്റെ ഒരു അവസ്ഥ എൻ്റെ പൊന്നു ഗൈസ്. ഉറുമ്പിക്കാരെങ്ങനെ ഇരിക്കും അതുകൂട്ടാണ് ഇവിടെ റോഡിലുണ്ടാക്കി വെച്ചേക്കണേ. നമ്മളങ്ങോട്ട് പെട്ടച്ചാൽ മതി. അല്ല പിന്നെ ഇമ്മാതിരി ഒരു ട്രാക്ക് ഇനി കേരള ഗവൺമെൻറ്റിന് നമുക്ക് തരാൻ കഴിയൂല. അത് ഉഷാറ് ട്രാക്ക്. ഓക്കെ, ഏതാ വൈബ് എന്നീച്ച് അങ്ങോട്ട് ജൂം പൂം പൂം പൂന്നിങ്ങനെ പോകണം. ആ കൊല്ല് കൊല്ല് കൊല്ല്. ഇവിടെ ഫുള്ള് സീനാ കഴിച്ചു. റോഡ് മുട്ട സീനാ. ഏതാ സീനല്ലേ. നമ്മളും നമ്മുടെ ഒരു ഗവൺമെൻറ്റും അതിന് നമ്മൾ കേരള ജനത ജോലിയാണ്ടാണല്ലോ ഗവൺമെൻറ് ഇങ്ങനെ ആവണത്. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിത് ഹെറിറ്റേജ് എത്താറായിട്ടോ. ഇതേ റൈറ്റ് സൈഡിലാണ് ഹെറിറ്റേജ് പുഴയ്ക്കൽ. ഷോറൂമിൽ താണ്ടി അതെ 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 അതെ. നമ്മൾ ഹെറിറ്റേജ് പാർക്കിൽ നിന്ന് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. ഹെഡിങ് ടു വാഴാനിടാം. ലോട്ട് ഓഫ് റൈഡേഴ്സ് ഉണ്ട് ഇവിടെ. ഹായ്, സൂപ്പറായിട്ടുള്ള നിന്റെ ഗോപിക്കുരിയൊക്കെ. വന്ദേ മാതരം. എല്ലാവർക്കും ടീഷർട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലെ പോയി നിൽക്കാം. അങ്ങനെ ഉണ്ടാവും. തരാരാര വീടല്ലേ. നമ്മളത് ലൈനപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ മൊത്തം നടന്ന് കാണിച്ചു തരാം. പഴയ വണ്ടി കണ്ടോ കേട്ടോ. എലക്ട്ര to lot of one guys, lot of
ഇനിയും വണ്ടികൾ ലൈനപ്പ് ആവാതിരിക്കുക കേട്ടോ. ഇത്രയും വണ്ടികൾ ഇപ്പോൾ ലൈനപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. ഹെറിറ്റേജ് മോട്ടോഴ്സിൻ്റെ ഒരു ബഹളമുണ്ട് അവിടെ. ഫുള്ള് നമ്മുടെ പിള്ളേർ തരാ ഒരു 10, 35, 40 എബവ് വണ്ടികളുണ്ട് കേട്ടോ. റോഡ് അമ്പ ഷോക്കാണ് കഴിച്ച്. നമ്മുടെ കേരളം അല്ലാതെ ഇത്രയും നല്ല ഓഫ് റോഡ് പ്രൊവൈഡ് ചെയ്യണ റോഡ്സ് വേറെ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതേ തുടങ്ങി വീണ്ടും അഗെയിൻ ഓഫ് റോഡിങ്. എളുപ്പമല്ല കേട്ടോ അവിടെ. പണിയൊക്കെ നടക്കുന്നുണ്ട്. ഏത് കൊല്ലത്ത് തീരാവോ? എന്നാലും ഇത്രയും നല്ല അടിപൊളി ഓഫ് റോഡിങ് റോഡ്സ് നമുക്ക്, അല്ലെങ്കിൽ ഓഫ് റോഡിങ് ട്രെയിൽസ് അവൈലബിൾ ആക്കുന്നത് കേരളം മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ല ബാംഗ്ലൂരൊക്കെ ഉണ്ട് കഴിച്ച്. ബാംഗ്ലൂരൊക്കെ വലിയ കഴിഞ്ഞാൽ അങ്ങ് കർണാടകത്തിലുണ്ടോ കുഴി. പിന്നെ കുഴിയല്ലേ, ഭയം വേണ്ട, ജാഗ്രത മതി. അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളേ, ഭയം വേണ്ട, ജാഗ്രത മതി. അയ്യോ, നൈസ് ഒരു വ്യൂ അല്ലേ അവിടെ. നമ്മൾ ചായ കുടിക്കാന്നുള്ളൊരു മൂഡിൽ നിർത്തിയെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മളിത് ചായ കുടിയെല്ലാം കഴിഞ്ഞു. നല്ല ദോശയും നല്ല ചായ എല്ലാം അടിച്ചു. ഇത് നമ്മൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ താണിക്കുടം എത്തി. താണിക്കുടം ബ്രിഡ്ജ്. താണിക്കുടത്തിനാട്ടോ നമ്മൾ ചായ എല്ലാം കുടിച്ചേ. എല്ലാവരും ചായയും ദോശയും വടയും കാര്യങ്ങളൊക്കെ കഴിച്ചു സെറ്റായി. പെർഫെക്റ്റ്. ഓക്കെ, എല്ലാവരും നമ്മളെ തന്നെ ആട്ടോ നോക്കണേ. അല്ലല്ലേ, ഏതാ മൂഡ്. എല്ലാവരും നമ്മളെ തന്നെ നോക്കി ആ ഒരു ഹാപ്പിനെസ് വൈബിലാട്ടോ. ഓഗസ്റ്റ് 15 കൂടിയാണല്ലോ. ഫ്രീഡം വൈബ്സ്. ഹൈവേ ഏതാ രസം നോക്കിയേ. എല്ലാ വണ്ടികളും ഇങ്ങനെ വന്ന് നിൽക്കുന്ന കാണാൻ. എല്ലാവരും നല്ല ഡിസിപ്ലിൻ ആയിട്ടാണോ പോകണേ. എല്ലാവരും ഡിസിപ്ലിൻ കീപ്പ് ചെയ്തിട്ടാണ് ഡ്രൈവ് ചെയ്യണേ. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരും അതിൻ്റെ ഇടയിൽ കൊണ്ട് കുത്തി വെച്ച് മറച്ച് വെച്ച് ആ പരിപാടിയൊന്നുമില്ല. എല്ലാവരും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഡ്രൈവ് ചെയ്യണേ. അതെന്തായാലും അടിപൊളി. ഏത് ഫീൽ എന്ന് വെച്ചിട്ടാ ഫുള്ള് നമ്മളാ വണ്ടികൾ റോയൽ എൻഫീൽഡ് ഓൺലി. നിങ്ങൾ ആലോചിക്കണം, ഞാനൊരു KTM യൂസർ ആയിരുന്നു കേട്ടോ. RC 390 അറിയാമോ. ഞാൻ ഇതിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോഴേ ഒരു പ്രൗഡ് മൊമെന്റ് ഫീലിംഗ്. അവിടെ ക്ലൈമറ്റ് നല്ല രസമുണ്ട് കേട്ടോ. നല്ല തണുപ്പായി ഫീലിംഗ്.
അയ്യോ ആ സ്പോട്ടൊക്കെ നോക്കി ഇങ്ങനെ വഴിയൊക്കെ പോകണം. കൊള്ളാം അല്ലേ? നൈസൊരു ഫോറസ്റ്റ് ഡെലിക് വൈബ്സ്. ഓഫ് റോഡ് പില്ലിയനുള്ളായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് കിളക്കായിരുന്നു. ഇതും മൂടായിട്ടാ ചെറിയൊരു ഓഫ് റോഡും. ആഹാ, പെടാ ഒരു ഗ്രൗണ്ടായില്ലോ. അത് കൊള്ളാം. നമ്മളെല്ലാവരും കൂടെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. എത്ര വണ്ടിയുണ്ട് നമുക്ക്? ഒരുപാട് വണ്ടിയുണ്ട് ഗൈസ്. ഒരുപാട് വണ്ടിയുണ്ട് ഗൈസ്. ഫുൾ ടീമുണ്ട്. ഇനി ഇവിടെ നമ്മൾ നേരെ വാഴാനി ഡാം. ഇത് വേറെ ഫീലാണ് കേട്ടോ. കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വൈബ്. വഴി തെറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ചുരുളി. ആ, വഴി തെറ്റിക്കഴിഞ്ഞാൽ ചുരുളി ഉറപ്പാ. അയ്യോ, മിസ്സാവരുത്. ഇത്രയും വണ്ടികൾ മിസ്സാവില്ല, അതൊരു കാര്യം. എൻ്റെ കൈ ധരിക്കണു അങ്ങനെ കാണിക്കാൻ. പവർ ഡ്രിഫ്റ്റ്. വെള്ള ടീഷർട്ട്. ഇതൊക്കെ ഈസി. ഈ സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. അടിപൊളി സ്ഥലമല്ലേ? നമ്മളിത് ആ കാട് നിന്ന് നൈസായിട്ട് പുറത്തിറങ്ങി കേട്ടോ. കാട് കഴിഞ്ഞു. നൈസൊരു ട്രെയിൽ നടന്നു. സോളോ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൊണ്ട് വരെ കാടന്നു. പിന്നെ സോളോ അല്ലല്ലോ, പില്ലുള്ള കാരണം അങ്ങോട്ട് മറ്റേ സാധനം ചെയ്യാൻ പറ്റിയില്ല. ഏതാ വ്യൂ നോക്കിയേ. മലയുടെ മുകളിൽ കോടയൊക്കെ ഉണ്ട് കേട്ടോ. വാഴാനി വൈബ്സ്. വാ. അയ്യോ, പശു സീന.
നമ്മളിത് വാഴാനി ഡാമിലേക്ക് എൻ്റർ ചെയ്തു കേട്ടോ. ഇവിടെ വണ്ടി ഒന്ന് നമുക്ക് പക്കയായിട്ടൊന്ന് പാർക്ക് ചെയ്ത് സെറ്റ് ചെയ്യണം. നമ്മളിതേ വണ്ടിയൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് നീറ്റായിട്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. ഓഗസ്റ്റ് 15 ഫ്രീഡം റാലി എൻ്റെ ഒപ്പാവും ഗായ്സ് എല്ലാവരും. നമ്മളിതേ ഗായ്സ് റൈഡൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഫ്രീഡം റാലി, ഇൻഡിപെൻഡൻസ് ഡേ ഫ്രീഡം റാലി നമ്മൾ ഹെറിറ്റേജ് മോട്ടോഴ്സിൻ്റെ ഒപ്പം അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ റാലി കഴിഞ്ഞ് നമ്മളെല്ലാവരും റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബൈ, see you next video. Follow my Instagram motoholic390 and subscribe ചെയ്യാൻ പറ്റണവർ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ. ഓക്കെ ഓക്കെ ബൈ, see you next video. This is motoholic390.